ദേശനിവാസികളെ, നമ്മൾ കേട്ട പാട്ട് പോലെ ഉറ്റവരും ബന്ധുക്കളും അടുത്ത സ്നേഹിതന്മാരും ഒക്കെയും നമ്മളെ തള്ളിക്കളഞ്ഞെന്നിരിക്കും. നോക്കിന് എന്നെ കേൾക്കുന്ന ചിലര് അങ്ങനത്തെ അനുഭവത്തിൽ കൂടെ ജീവിക്കുന്നവരാണ്, ജീവിച്ചിട്ടുള്ളവരാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കണമെന്നും നമ്മളെ ഏറ്റവും കൂടുതൽ കരുതണമെന്നും ആഗ്രഹിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ നമ്മളിൽ നീങ്ങിപ്പോയിരിക്കുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയുടെ ജീവിതം നോക്കി, അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്റെ അപ്പന്റെ സ്നേഹം. പക്ഷെ എന്താണ്, പല പിതാക്കന്മാരും ഈ അപ്പന്റെ പല കുഞ്ഞുങ്ങളും ഈ പിതാക്കന്മാരുടെ സ്നേഹം അനുഭവിക്കാതെ അവരെന്താണ് ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്നത്. കാരണം എന്താണ്, പല പിതാക്കന്മാരും മദ്യപാനത്തിലാണ്, പല പിതാക്കന്മാരും കുടുംബം നോക്കാത്തവരായിട്ട് അവരുടെ കൂട്ടുകാരോട് ചേർന്ന് ചീട്ട് കളിച്ചും സിനിമ കണ്ടും കള്ളു കുടിച്ച് അവരെ സഹായിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൊടിയും പിടിച്ച് അങ്ങനെ കടന്നു പോവുകയാണ്. നോക്കപ്പെടുന്ന ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഭർത്താവിന്റെ സ്നേഹമാണ്. പല ഭാര്യമാർക്കും അത് അനുഭവിക്കാൻ കഴിയുന്നില്ല. തന്നെ സൂക്ഷിക്കേണ്ടിയ, തന്നെ കരുതേണ്ടിയ പല ഭർത്താക്കന്മാരും മദ്യപാന ആസക്തിയില് അവൻ കരുതണ്ട, അവൻ സ്നേഹിക്കേണ്ട, അവൻ പരിപാലിക്കേണ്ട ഭാര്യമാരെ തള്ളുകയാണ്. ഉപജീവന മാർഗത്തിന് വേണ്ടി പല ഭാര്യമാരും തെരുവോരങ്ങളിൽ മറ്റ് ജോലികളിൽ ഏർപ്പെടുകയാണ്. അവർ മറ്റ് തൊഴിലുറപ്പിലോ മറ്റ് നിരവധിയായിരിക്കുന്ന പ്രശ്നങ്ങളിൽ കടന്നു ചെല്ലുന്നത് വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഞാൻ ഏകദേശം പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ നോക്കിയാൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന പല മാതാപിതാക്കളുടെ ആഗ്രഹം എന്താണ്, തന്റെ മക്കൾ നമ്മളെ പരിപാലിക്കണമെന്നാണ്. എന്നാൽ അനേക മക്കളും ദുർനടപ്പ് ആചരിച്ച് മദ്യപാനത്തിലും മറ്റു വിധമായിരിക്കുന്ന മയക്കുമരുന്നിലും അടിമപ്പെട്ട് വാർദ്ധക്യത്തിൽ തങ്ങൾ പരിപാലിക്കേണ്ട അമ്മയപ്പന്മാരെ മറന്നു കളയുന്നു. ഇങ്ങനെ നമ്മളെ സ്നേഹിക്കേണ്ടിയ, നമ്മളെ കരുതേണ്ടിയ ആ വ്യക്തിത്വങ്ങൾ നമ്മളെ വിട്ടുപോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ. ഒരിക്കൽ ഞാൻ കുമ്പനാട്ടുള്ള ഒരു അഗതിമ നിരത്തിൽ അവിടെ കടന്നു ചെല്ലുവാനിടയായി. കാരണം എന്താണ്, എനിക്കറിയാവുന്ന ഒരു അപ്പച്ചനെ അവിടെ ആക്കിയിരിക്കുന്നത് പെട്ടെന്ന് അറിവ് കിട്ടി. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ അപ്പച്ചൻ അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്, ഒരു കസേരയിൽ മേശയിൽ കുത്തിയിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മക്കളൊക്കെയും വളരെ വിദേശത്ത് ഇഷ്ടംപോലെ പണമുണ്ട്. എന്നാൽ ഈ അച്ചായന് ജീവിച്ചിരുന്നപ്പോൾ സുവിശേഷത്തിന് ചെവി കൊടുത്തില്ല. ഈ അച്ചായൻ ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തെയോ മനുഷ്യരെ സ്നേഹിച്ചിരുന്നുമില്ല. ഇപ്പോൾ അവനെ അനാഥാലയത്തിൽ തള്ളിയിരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് കണ്ണുനീരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ എന്നോട് സംസാരിക്കാൻ ആരുമില്ല, എന്നോട് പിണ്ടാൻ ഒരു കുഞ്ഞും ഇവിടെ ഇല്ല. 11 മണിയാകുമ്പോൾ ഒരു സിസ്റ്റർ കൊണ്ടുവന്നിട്ട് ഭക്ഷണം മേശപ്പുറത്ത് വെക്കും, ഞാനത് കഴിക്കും. അല്പം കഴിയുമ്പോൾ മറ്റൊരുത്തി വന്നിട്ട് ആ പാത്രം എടുത്തോണ്ട് പോകും. ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടെന്ന് അവർ കാണുന്ന പോലുമില്ല. ഒരു പ്രതിഭ പോലെ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ആ കൃത്യസമയത്ത് ഭക്ഷണം തരും, കൃത്യസമയത്ത് എന്റെ മക്കള് ഈ അനാഥാലയത്തിലേക്ക് പണം അയച്ചു കൊടുക്കും. അതിനപ്പുറം ഞാനൊരു മനുഷ്യനാണ്, ജീവനുള്ളവനാണെന്ന് കണ്ടെത്തുവാൻ ആർക്കും കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങളൊന്ന് പറയാനും നമ്മളോടൊരു ആശ്വാസവാക്ക് പറയുവാന് ഒരു മനുഷ്യൻ നമ്മുടെ അടുത്തില്ലെങ്കിൽ എത്ര വേദനാകരമാണ് നമ്മുടെ അനുഭവങ്ങള്. നമുക്ക് പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിലരും ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നില്ലയോ? എന്നാൽ ഞാൻ പറയട്ടെ, എന്താണ് ഇങ്ങനെയൊക്കെ നമ്മൾ ആയിത്തീരുന്നത്? നമുക്കൊരു ആശ്വാസം കണ്ടെത്താൻ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കിയവരെല്ലാം ലജ്ജിച്ചു പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അമ്മ കുഞ്ഞുങ്ങളെ മറന്നുപോയിരിക്കും. ഒരമ്മ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? ഒരമ്മ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്. പക്ഷെ ഇപ്പോൾ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നിട്ടും ദൈവം പറയാണ്, യേശുക്രിസ്തു നമ്മോട് പറയാണ്, ഈ അമ്മ നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രിയപ്പെട്ട, മനുഷ്യരുടെ സ്നേഹങ്ങൾ നീങ്ങിപ്പോകും, മനുഷ്യരുടെ കരുതലുകൾ ഇല്ലാതെയായിട്ട് തരും. എല്ലാവരുടെയും സ്നേഹം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാൽ പോലും ആ ഭാര്യയിൽ നിന്ന് അവൻ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് വിരുദ്ധമായിട്ട് അവരുടെ ജീവിതത്തിൽ മറ്റ് പല കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അവൻ അവളെ വെറുക്കുകയാണ്. ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, അവരുടെ ഹൃദയത്തിന് ചില അജണ്ടകളുണ്ട്. അവരുടെ ഹൃദയത്തിനൊത്തവണ്ണം ഭർത്താവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവളും ആ പുരുഷനെ വിട്ട് മറ്റൊരു പുരുഷനെ തേടിപ്പോകുന്നു. മക്കൾക്ക് അമ്മയപ്പന്മാരോടും അമ്മയ്ക്ക് മക്കളോടും, പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നിങ്ങളോടും, നിങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കന്മാരോടും എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം കിട്ടാതായിരിക്കുമ്പോൾ നമ്മൾ അവരെ തള്ളിക്കളയുകയാണ്. എന്നാൽ പ്രതിഫലം കൂടാതെ നിന്നെ സ്നേഹിച്ച, പ്രതിഫലേച്ച കൂടാതെ നിന്നെ സ്നേഹിച്ച സ്വന്തം പ്രാണനെ പോലും പാപിയായിരിക്കും നിനക്ക് വേണ്ടി നൽകി തന്ന ഈ യേശുക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് വെളിപ്പെട്ടു വന്നത്. അതെങ്ങനെ വെളിപ്പെട്ടു വന്നു? നമ്മൾ പാപികളായിരിക്കുമ്പോൾ, ദൈവത്തിന് നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ നമ്മൾ നിഷേധിക്കുന്നുവെങ്കിലും 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് മരിച്ചിരിക്കുന്നു. അതെ, നമ്മളെ സ്നേഹിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് യേശുക്രിസ്തു മരിച്ചിരിക്കുന്നു എന്നുള്ള നല്ല സാധുവർത്താനം നിങ്ങളോട് ഘോഷിക്കുകയാണ്. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദമില്ലാത്തവരായിട്ട്, ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ആശയറ്റവരായിട്ട് കഴിയുന്നുവെങ്കിൽ ഇതാ നിന്റെ രക്ഷിപ്പാൻ ഒരുവനുണ്ട്, അവന്റെ പേര് യേശുക്രിസ്തു എന്നാകുന്നു. അത് ഉപദേശി
നിനക്ക് എങ്ങനെ ഇത്ര ധൈര്യമായിട്ട് പ്രസംഗിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ? ഞാൻ റാന്നി സ്വദേശിയാണ്. എന്റെ പേര് വിജയ ഗോപാൽ എന്നാണ്. ഞാൻ ഹിന്ദുമത വിശ്വാസത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവനും സ്വന്തമായിട്ട് ക്ഷേത്രമുണ്ടായിരുന്നവനും ഇങ്ങനെയുള്ള ഉപദേശമാരെ പരിഹസിച്ചും ഇവനെയൊക്കെ ഹൃദയം കൊണ്ട് തല്ലണമെന്ന് ആഗ്രഹിച്ച് നടന്നവനാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ 23 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അസാധാരണമായിരിക്കുന്ന കഠിനമായിരിക്കുന്ന വേദനയുടെ നാളുകളില് ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ ഒരു രാത്രി തീരുമാനമെടുത്തു. 2002 ഡിസംബർ 27 സന്ധ്യാസമയം. ആ രാത്രി ഞാൻ എന്റെ പ്രാണനെ ഒടുക്കി കളയാൻ തീരുമാനിച്ചപ്പോഴ് എന്റെ വീട്ടിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെ നിന്ന് ഒരു ദൈവ മനുഷ്യൻ, ഒരു ദൈവപുരുഷൻ, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ തെരുവോരങ്ങളിൽ പ്രസംഗിക്കുന്ന ഒരു ഉപദേശി എന്റെ വീട്ടിൽ വരികയാണ്. നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ലജ്ജാപാത്രങ്ങളാണ്, ആർക്കും വേണ്ടാത്തവരും ഒന്നിനും കൊള്ളാത്തവരുമായിരിക്കുന്ന ചില വ്യക്തികള് ഇങ്ങനെ മനുഷ്യനെ മെനക്കെടുത്തുവാൻ വേണ്ടി റോഡിൽ ഇറങ്ങുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ തെരുവോരങ്ങൾ കൊണ്ട് പ്രസംഗിച്ചു പോകുമ്പോൾ എത്രമാത്രം ആത്മഹത്യകളാണ് മാറിപ്പോയത്. നിന്റെ പുരോഗതി നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ, നിന്റെ പണത്തിൽ നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. നിങ്ങളുടെ മുമ്പിൽ വെറുക്കപ്പെട്ടവരായിട്ട് നിൽക്കുന്ന ഉപദേശിമാരുടെ വാക്കുകൾ കൊണ്ട് എത്രയോ ആത്മഹത്യകളാണ് മാറിപ്പോയിട്ടുള്ളത്, എത്രയോ കുടുംബ തകർച്ചകളാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളെക്കാൾ ഏതൊരു വ്യക്തിയെക്കാളും വലിയവരായിട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ. എന്നാൽ അന്ന് സന്ധ്യാസമയത്ത് ഉപദേശി എന്നോട് വന്നിട്ട് പറഞ്ഞു, നീ മരിപ്പാൻ തീരുമാനിച്ചോടാ. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രികാലം ഞാൻ മരിപ്പാൻ തീരുമാനിച്ചുറച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ നടത്തിയിരിക്കും, താമസം വന്നാലും. എന്നാൽ അന്ന് അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ഒരു വചനം പറഞ്ഞു. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നീ പുഴയിൽ കൂടി കടക്കുമ്പോൾ പുഴ നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല. തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണന് പകരം ജാതികളെയും തരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട എന്നുള്ളൊരു വചനം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ അന്ന് അവരെ ഭയപ്പെടുന്ന അനുഭവത്തിലാണ് എന്റെ ആരാധനകൾ കഴിച്ചു പോകുന്നത്. ഭയം മാത്രമേ അത് തന്നിരുന്നുള്ളൂ. എന്നാൽ ഒരു അപ്പനെ പോലെ നീ പേടിക്കേണ്ട മോനെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആ പിതാവിന്റെ വാത്സല്യം ഞാൻ യേശുക്രിസ്തു ദർശിച്ച നാടില് എന്റെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും പ്രത്യാശയും ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തു ആരാണ്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിലെ ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ തൂങ്ങിക്കിടന്നുകൊണ്ട്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്റെ നിലവിളിച്ചുകൊണ്ട് തന്റെ പ്രാണനെ ഉപേക്ഷിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ കേൾക്കുന്ന നിന്നോടുള്ള ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹമാണ് ഈ യേശുക്രിസ്തുവിന്റെ നിലവിളി. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ദൈവം സ്നേഹമാകുന്നു, ഗോഡ് ഈസ് ലവ് എന്ന് പറയാറുണ്ടല്ലോ. ആ ദൈവത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന സ്നേഹം യേശുക്രിസ്തുവിന്റെ മരണമാണ്. അതെന്താ അങ്ങനെ പറയുന്നത്? നീയാണ് മരിക്കേണ്ടത്, നീയാണ് പാപം ചെയ്തത്, പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കൊടുത്തതിന് മുമ്പിൽ നീയാണ് കുറ്റക്കാരനും കുറ്റക്കാരിയും. അങ്ങനെയാണെങ്കിൽ കുറ്റം ചെയ്ത, പാപം ചെയ്ത നിനക്കാണ് മരണശിക്ഷ വേണ്ടത്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മളോട് കാണിച്ച അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ്? പാപിയായിരിക്കുന്ന നീ മരിക്കണ്ട കുഞ്ഞെ, നിന്റെ പാപത്തിന്റെ ശിക്ഷ നീ ഏൽക്കണ്ട കുഞ്ഞെ. നീ ചെയ്ത സകല കുറ്റങ്ങളും ഞാൻ എന്റെ പുത്രന്റെ മേൽ കൊടുക്കുകയാണ്. എന്റെ ഏകജാതനായ പുത്രന്റെ മേൽ നിന്റെ സകല പാപങ്ങളും ഞാൻ ചുമത്തുകയാണ്. എന്നിട്ട് നിനക്ക് പകരക്കാരനായിട്ട് എന്റെ പുത്രനെ ഞാൻ യാഗമായിട്ട് അർപ്പിക്കുമ്പോഴും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള എന്റെ നിയമകോടതിയുടെ മുമ്പില് നിനക്ക് പകരക്കാരനായിട്ട് എന്റെ പുത്രനെ ഞാൻ യാഗം കഴിച്ചെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ ഏകജാതനായ പുത്രനെ തന്നെ നിനക്ക് വേണ്ടി യാഗം കഴിച്ചെങ്കിൽ അതിനപ്പുറം ഒരു സ്നേഹം ദൈവത്തിന് നിന്നോട് തരുവാനുണ്ടോ? ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ച ഈ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിരിക്കാലും അത് നിങ്ങളോട് പറയുവാൻ കൽപ്പിച്ചിരിക്കാലും ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലും ദൈവത്തിന് മുമ്പിലും കുറ്റക്കാരാണ്. ഇന്ന് നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, സത്യം യേശുക്രിസ്തു മാത്രമാണ്. ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. നിന്റെ സമാധാനത്തിനായിട്ടുള്ള വഴി യേശുക്രിസ്തു മാത്രമാണ്. അത് ക്രിസ്തീയ മതവുമായിട്ട് ബന്ധമില്ല, കത്തോലിക്കരുമായിട്ട് ബന്ധമില്ല, മാർത്തോമാക്കാരുമായിട്ട് ബന്ധമില്ല. അത് ഭൂമിയിലെ വിശ്വസിക്കുന്ന ഏവരുടെയും ഏകരക്ഷകനാണ്. നീ എത്രമാത്രം കൊടിയ പാപം ചെയ്തുവോ? ഞാനൊരു കാര്യം വ്യക്തിപരമായിട്ട് നിന്നോട് വിരൽ ചൂണ്ടി ചോദിക്കട്ടെ, നിന്നോട് തന്നെയാണ് ചോദിക്കുന്നത്. നിനക്ക് ഇന്നും പഴയ കാര്യങ്ങളെ ഓർത്ത് ഭയങ്കര ഭാരമില്ലയോ? പഴയ കാര്യങ്ങളെ ഓർത്ത് നിനക്ക് ഇന്നും ദുഃഖമില്ലയോ? അയ്യോ, അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ആ പണ്ട് കാലമേ ചെയ്ത അനേക തെറ്റുകൾ ഇന്നും നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലയോ? എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ അടുക്കൽ പാപിയായിരിക്കുന്ന ഒരു സ്ത്രീ കടന്നു ചെന്നു. ആ വലിയ നീതിമാന്മാരെന്ന് പറയുന്ന നായകന്മാർ അവനെ അംഗീകരിച്ചില്ല. എന്നാൽ പാപിയായിരിക്കുന്ന സ്ത്രീയെ അവന്റെ അടുക്കലേക്ക് കടന്നുപോയിട്ട് കണ്ണുനീർ കരഞ്ഞുകൊണ്ട് അവന്റെ പിന്നിൽ നിന്നു. അവൾ അവന്റെ കാല് കണ്ണുനീര് കൊണ്ട് കഴുകി, അവന്റെ തലമുടി കൊണ്ട് തുവർത്തി, അവൾ കൊണ്ടുവന്ന സുഗന്ധതയിൽ അവന്റെ കാലിൽ പൂശി. അപ്പോൾ അവനെ വിരുന്നിന് വിളിച്ച ശിമയോൻ ചോദിക്കുകയാണ്, എടാ, ഹൃദയത്തിൽ വിചാരിക്കാണ്, ഇവള് ഒരു പാപിയായിരിക്കുന്ന സ്ത്രീ അല്ലയോ? ഇവൻ പ്രവാചകനാണെങ്കിൽ എങ്ങനെയാ സ്ത്രീ ഇവന്റെ കാൽപാദത്തെ തൊടുവാൻ കഴിഞ്ഞു? അപ്പോൾ യേശുക്രിസ്തു ഹൃദയം തിരിച്ചറിയുന്ന, ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ തിരിച്ചറിയുന്ന ആ കർത്താവ് ശിമയോനോട് ചോദിക്കാണ്, അഹങ്കാരിയായിരിക്കുന്ന
ആ വീട്ടുകാരനോട് ചോദിക്കാണ്, ശിമയോനെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു മനുഷ്യന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും ഒരുത്തൻ 50 വെള്ളിക്കാശും കടം പറ്റിയിരുന്നു. എന്നാൽ ഇവർക്ക് ഇരുവർക്കും കൊടുത്തു തീർപ്പാൻ വകയില്ലാകിയാൽ ആ യജമാനൻ 2 പേരുടെയും കടം ഇളച്ചു കൊടുത്തു. ഇതിൽ ആരായിരിക്കും ഈ യജമാനെ അധികമായിട്ട് സ്നേഹിക്കുന്നത്? അഹങ്കാരിയായിരിക്കുന്ന ശിമയോൻ പറഞ്ഞു, അത് അധികം ഇളച്ചു കിട്ടിയവനാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, അവണ്ണം അനവധിയായിരിക്കുന്ന പാപങ്ങളെ ഇവളോട് ക്ഷമിച്ചിരിക്കുന്നുകൊണ്ട് അവൾ എന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപം ക്ഷമിച്ചു തന്ന് കിട്ടിയവന് ദൈവത്തെ സ്നേഹിക്കും. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ പാപിയായിരുന്ന ഒരു മനുഷ്യനാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പാപിയിൽ ഒന്നാമനായിരുന്ന ഒരു മനുഷ്യനാ. അയ്യോ, എന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നു അറിയാമോ? എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം എന്റെ പാപങ്ങളെ പോകി ശുദ്ധീകരിച്ചത് വഴി ഞാൻ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ആരും പണം തന്നിട്ടല്ല. ഞങ്ങൾ തെരുവോരങ്ങളിൽ നിൽക്കുമ്പോ ഏറുണ്ട്, തുപ്പുണ്ട്. ഇവിടെ കത്തോലിക്കർ ഞങ്ങളെ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ട്. സുവിശേഷം പറഞ്ഞപ്പോൾ കത്തോലിക്കരെ ഈ കുട്ടനാട്ടിൽ ഞങ്ങളെ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ട്, തല്ലാനായിട്ട് വട്ടം കൂടിയിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നറിയാമോ? ഇതെല്ലാം അനുഭവിക്കുമ്പോഴും നിങ്ങളെയും ദൈവത്തിനോടുള്ള സ്നേഹം കൊണ്ട് പ്രസംഗിക്കുന്നു. ആകയാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റത് വഴി യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നവരെ സമ്പൂർണ്ണമായിട്ട് രക്ഷിപ്പാന് യേശുക്രിസ്തുവിന് ദൈവത്തിന് നിന്നോട് പ്രസാദം തോന്നിയിരിക്കുന്നു. ആകട്ടെ, നിനക്കൊരു സമാധാനം വേണമോ? പിന്നെ സമാധാനം ആഗ്രഹിക്കാത്തവരാരുണ്ട്? ഇതവരെ കിട്ടിയോ? ലോകം മുഴുവൻ അന്വേഷിച്ചല്ലോ, വഴിപാട് കൊടുത്തു വിട്ടല്ലോ, കിട്ടിയോ? അയ്യോ, കിട്ടിയില്ല. കിട്ടിയില്ലെങ്കിൽ നിന്റെ വഴിപാട് രക്ഷിപ്പാൻ കഴിയാത്ത സമാധാനം നൽകി തരുവാൻ കഴിയുന്ന യേശുക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ. കണ്ടോ, ആശ്വാസിപ്പിക്കാമെന്ന് നിനക്ക് വാക്ക് തന്നവൻ ക്രിസ്തു മാത്രമാണ്. പക്ഷെ അവന്റെ അടുക്കൽ മാത്രം നീ പോയില്ല. എന്നാൽ ആശ്വാസം നൽകി തരാമെന്ന് നിന്നവരെ പറയാതിരുന്നവരും പറയാൻ കഴിവില്ലാത്തവരെയും മൊത്തത്തിൽ നീ പോയിട്ട് അനേകമായിട്ടും തള്ളിയിട്ട് തള്ളിക്കരഞ്ഞു. പക്ഷെ എന്താണ്? നിനക്ക് സമാധാനം കിട്ടിയതുമില്ല. എന്നാൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞവന്റെ അടുക്കലേക്ക് നിങ്ങൾ ചെന്നിരുന്നെങ്കിൽ അവൻ നിനക്ക് ആശ്വാസം നൽകി തരുമായിരുന്നു. ഞങ്ങൾ ആ യേശുക്രിസ്തുവാണ് ആശ്വാസം കണ്ടെത്തിയത്. കള്ളു കുടിച്ചും ദുർനടപ്പ് നടത്തിയും മറ്റുള്ളവരെ തല്ലി നടന്നവരും എന്റെ കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അവർ സമാധാനം കണ്ടെത്തിയത്, പാപമോചനം കണ്ടെത്തിയത് യേശുക്രിസ്തുവാണ്. ക്രിസ്തീയ മതത്തിലായിരുന്നവരുണ്ട്, അവർ ക്രിസ്തീയ മതം തള്ളി പള്ളിക്കാരെയും അച്ഛന്മാരെയും തള്ളിക്കളഞ്ഞ് യേശുക്രിസ്തുവിനെ അംഗീകരിച്ചത് വഴി അവർക്കും സമാധാനമുണ്ടായി. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ക്രൂശിലേക്കൊന്ന് നോക്കുവിന്. ആ ക്രൂശിൽ അടിയേറ്റ് തകർക്കപ്പെട്ടവനായിരിക്കും ഒരുവൻ കിടക്കുന്നത് കണ്ടു. അവന്റെ ശരീരം മുഴുവൻ അടിയേറ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുഖത്ത് പാപികളായിരിക്കുന്ന മനുഷ്യർ തുപ്പലേറ്റ് നിന്ദിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും അവൻ ആ ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യേ ഒരു മരക്കുരിശിൽ അർത്ഥനഗ്നനായിട്ട് ശരീരമാസകലം അടിയേറ്റ് തകർക്കപ്പെട്ടവനായിട്ട് അവന്റെ ശരീരത്തിന്റെ മാംസകഷ്ടങ്ങൾ തെറിച്ചു പോയിട്ട് അവന്റെ അസ്ഥികൾ ഓരോന്നും എണ്ണുവാൻ കഴിയത്തക്കവണ്ണം അവനിതാ പീഡിക്കപ്പെട്ടവനായിട്ട് പീഡിതനായിട്ട് ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോഴും അവൻ പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ അവന്റെ മേലായി. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടേണ്ട എല്ലാ ശിക്ഷകളും യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഏറ്റു. ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോഴേ നമ്മളെ പുരോഹിതന്മാരും വഞ്ചിക്കല്ലേ, ക്രിസ്തീയ പുരോഹിതന്മാർ ഉൾപ്പെടെ നമ്മളെ വഞ്ചിക്കല്ലേ. ഇന്ന് വരെ രാഹുകാലത്ത് രക്ഷിപ്പാൻ ഈ പുരോഹിതന്മാരുടെ ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നും പ്രിയപ്പെട്ട രാഹുകാലത്ത് രക്ഷിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും പാപമോചനം നൽകി തരുവാൻ ക്രിസ്തീയ പുരോഹിതന്മാർക്കും കഴിഞ്ഞിട്ടില്ല. അവരുടെ ഉപദേശങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ക്രൂശിലേക്ക് നോക്കുകയും ആ ക്രൂശിൽ യേശുക്രിസ്തു ചൊരിഞ്ഞ രക്തത്താല് പാപമോചനവും അതിക്രമത്തിൽ നമുക്കൊരു വീണ്ടെടുപ്പ് സാധ്യമാക്കി. ആകയാൽ യേശുക്രിസ്തു മരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോടുള്ള ശത്രുത നീങ്ങി സമാധാനം വന്നിരിക്കുകയാല് യാഗങ്ങളും ബലികളും കർമ്മങ്ങളും ആചാരങ്ങളും നിർത്തലാക്കുകയും പുരോഹിതന്മാരെ എന്നേക്കുമായിട്ട് മാറ്റിക്കളയുകയും ചെയ്ത വഴി ഇനി പുരോഹിതന്മാരുടെ കള്ള ഉപദേശങ്ങൾക്കും പുരോഹിതന്മാരുടെ കള്ളപ്രവർത്തനങ്ങളെ കൂട്ടുനിന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും നരകാഗ്നിയിലേക്ക് എരിഞ്ഞു പോകല്ലേ. ആകയാൽ യേശുക്രിസ്തു മരിക്കുമ്പോൾ നമ്മളും ദൈവം നമ്മളെ ശത്രുത്വം നീങ്ങി തിരശീല നടിച്ചവരിടിച്ചു കളഞ്ഞ് ഏത് പാപിക്കും ദൈവത്തിന്റെ അടുക്കലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാൻ ദൈവം ജീവന്റെ പുതുവഴി പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും സർവ്വായുധ വർഗം വെപ്പിച്ച് അതിന്മേൽ ജയോത്സവം കൊണ്ടാടി അതിനെ പരസ്യമായിരിക്കുന്ന കാഴ്ചയാക്കി വെച്ചു. എങ്കിലും അവൻ മരിച്ചുവെങ്കിലും അവനെ അടക്കിയെങ്കിലും അടക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തുവോ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ആ യേശുക്രിസ്തു ജീവനുള്ളവനായിരിക്കുന്നവൻ മടങ്ങി വരുവാൻ. പ്രിയപ്പെട്ട, മറ്റാരും മടങ്ങി വരാമെന്ന് വാക്ക് തന്നിട്ടില്ല. മറ്റെല്ലാവരും മരിച്ചിട്ട് മണ്ണിൽ അലിഞ്ഞു പോയെങ്കിൽ യേശുക്രിസ്തു മണ്ണിൽ ദ്രവിച്ചു പോയില്ല. ദ്രവത്വമില്ലാത്തവനാണ് ദൈവം. ദ്രവിച്ചു പോകുന്നത് ദൈവമല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്താലത്രേ ക്രിസ്തുവിനത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ആ യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല് അവൻ സകല ജാതി മതസ്ഥരോടും വിശേഷ ക്രിസ്തീയ മതവിശ്വാസികളോടും ക്രിസ്തീയ പുരോഹിതന്മാരോടും പള്ളിയിലച്ഛനും തിരുമേനിമാരും
പുരോഹിതന്മാരും ഉൾപ്പെടെയുള്ളവരുടെ ദൈവം കൽപ്പിക്കുന്നു, പാപമോചനത്തിനായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടണം. എന്താണ് ഈ മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നേ വരെ നിങ്ങൾക്ക് പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും പൗരോഹിത്യങ്ങളെ തള്ളിക്കളഞ്ഞ്, പാരമ്പര്യങ്ങളെ തള്ളിക്കളഞ്ഞ്, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കഷ്ടമേറ്റ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ഏക ദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവുന്നുള്ള ദൈവന്യായ പ്രമാണത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. അങ്ങനെ മാനസാന്തരപ്പെടുന്ന വ്യക്തി ഒരു പുരുഷൻ സ്ത്രീയെ വിവാഹ നിശ്ചയത്തിനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവൻ അവളെ ഇഷ്ടപ്പെടുന്നു, അവൾ അവനെ ഇഷ്ടപ്പെടുന്നു, അതിനുശേഷം നിശ്ചയം കഴിക്കപ്പെടുന്നതൊക്കെ മാനസാന്തരം കർത്താവിനുള്ള സ്നേഹമാണ്. ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം വിവാഹത്തിന്റെ നിശ്ചയത്തിലേക്ക് വരേണ്ടത് വന്നതിന് ശേഷം മാത്രമേ വിവാഹം നടക്കത്തുള്ളൂ. ആകിയാൽ ഇങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷം അവനോടുമായിട്ട് ഒരു വിവാഹ ഉടമ്പടിയിൽ നമ്മൾ ആയിത്തീരേണ്ടതിന് ആ നിശ്ചയ കരാറായിരിക്കുന്ന സ്നാനത്തിലേക്ക് നിങ്ങൾ വരണം. അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വരും. ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവല്ല. യാഗങ്ങളും കർമ്മങ്ങളും വഴിപാടുകളും ബലികളും ഒന്നും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. ഈ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവര് ദൈവത്തിനുള്ളവന്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ നരകത്തിലേക്ക് പോകും. ഇതിനാ ഞങ്ങൾ പ്രസംഗം, നിങ്ങൾ നരകത്തിൽ പോകല്ലേ. ആകിയാൽ നോക്കുവിന് ആ യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിക്കാൻ സ്നാനം വെക്കുമ്പോൾ അത് നമുക്ക് ലഭിച്ചിരിക്കും. ആ ലഭിച്ച നാൾ മുതൽ നാം ദൈവത്തിന്റെ മക്കളാണ്. ഇന്ന് മുതൽ അവനാണ് നമ്മളെ നടത്തുന്നത്. ആ നിരാലംബിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ സമ്പന്നനായിരിക്കുന്ന ഒരു രാജാവ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ അവളല്ല അവളെ നടത്തേണ്ടത്. അവളെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന അവളുടെ പുരുഷൻ ആ രാജാവിനെ വഴി നടത്തുന്ന പോലെ ഈ കർത്താവ് നമ്മളെ പാപത്തിൽ വീഴാതെയും നമ്മളെ വിശുദ്ധിയിൽ നടത്തി സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ആർക്കെങ്കിലും രക്ഷകരെ വേണമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സമാധാനം വേണമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിഞ്ഞകാല പാപങ്ങളെ വിട്ടുകളയണമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സത്യദൈവത്തെ അറിയണമോ? സത്യദൈവം ഏകനാണ്. ആ മരിച്ചതിന് ശേഷം അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മറ്റാരാധനാ വിഷയങ്ങളെല്ലാം നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ പ്രത്യാശ എന്താണെന്നറിയാമോ? ഇന്നാണ് ഞങ്ങൾ മരിക്കുന്നതെങ്കിൽ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഞങ്ങളുടെ ദ്രവിച്ചു പോകുന്ന ശരീരവും മാറ്റി തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്നുകൊണ്ട് 1000 വർഷം ഞങ്ങൾ യേശുക്രിസ്തുവിനോടുകൂടെ ഭൂമിയിൽ വാഴും. 1000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പറന്നു പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളും വേണ്ട, നിങ്ങൾ ചത്തക്കൂടിൽ കഴിഞ്ഞാൽ മതി. ഇപ്പോഴ് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗം ദൈവം ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായിരിക്കുന്ന ഒരു കൂടാരം സ്വർഗത്തിൽ ഭൗമഭവനം നമുക്കുണ്ട്. അവിടെ കോടാനുകോടി വർഷം കഴിഞ്ഞാലും തീർന്നു പോകാത്ത ദൈവത്തോടുള്ള വാസത്തിന്റെ ചെറ്റപ്പുരയിൽ ഞങ്ങൾ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാനസാന്തരപ്പെട്ട് കടന്നു വരുവിന്. എന്നാൽ നിങ്ങൾ ഇതിനെ തള്ളിക്കളഞ്ഞ് നിങ്ങൾ അഹങ്കാരത്തോടും മതഭക്തിയോടും പാപമോചനം നേടാതെയാണ് മരിക്കുന്നതെങ്കിൽ, യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ മേൽ മരിക്കുമ്പോഴില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 വർഷം തികയുന്ന ലോകം അവസാനിക്കും. അന്ന് പാപിയായിട്ട് അടക്കപ്പെട്ട പള്ളിയിലെ പുരോഹിതന്മാർ ഉൾപ്പെടെ കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് വരും. നിങ്ങളും ക്രിസ്തുവിനെ കൂടാതെയാണ് മരിച്ചെങ്കിൽ നിങ്ങളും എഴുന്നേറ്റ് വരും. നിങ്ങൾ ഏത് മതത്തിന്റെ പുരോഹിതനായി ശരി, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ ഈ കല്ലറകളെ വിട്ട് ലോകാവസാന ദിവസം എഴുന്നേറ്റ് വരും. അന്ന് ആകാശമില്ല, ഭൂമിയില്ല, സൂര്യചന്ദ്ര നക്ഷത്രാദികളില്ല. അന്ന് നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ഇതേ രൂപത്തിലാണ് എഴുന്നേറ്റ് വരുന്നത്. പമ്പയാറ്റിൽ ദ്രവിച്ച് അഴുകിപ്പോയ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലും അവരെ വന്ന് നിങ്ങൾ വീണ്ടും കാണും. ദഹിപ്പിച്ച് ചാരമാക്കിയവരെ വീണ്ടും അതേ രൂപത്തിൽ കാണും. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, പിന്നെ അതിനെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം അവന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന വേറൊരു പുസ്തകം തുറന്നു. മരിച്ചവർക്ക് ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്കൊത്തവണ്ണം ശിക്ഷാവിധി ഉണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നത് വരെ നമ്മുടെ പാപങ്ങളെ ആരും കുറ്റം വിധിക്കുന്നില്ല. മരിക്കുന്നത് വരെ നമ്മുടെ രഹസ്യങ്ങളായിട്ടിരിക്കും. എന്നാൽ ന്യായവിധി ദിവസം നമ്മുടെ സകല രഹസ്യങ്ങളും ദൈവം വെളിപ്പെടുത്തിയിട്ട് പരസ്യപ്പെടുത്തിയിട്ട് അവൻ നമ്മളെ നിത്യമായിരിക്കുന്ന നരകത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞാല് ആ നരകത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഒരു പിണ്ടാടിയും കഴിയത്തില്ല. ആ നരകത്തിൽ നിന്ന് രക്ഷിപ്പാൻ കുന്തരിക്കാൻ വെച്ച പുരോഹിതന്മാരുടെ കല്ലറയിലെ പ്രാർത്ഥനയ്ക്ക് കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്നേക്കുമായിട്ട് ആജ്ഞദണ്ഡനത്തിലേക്ക് അടക്കപ്പെടും. ഒരിക്കലും ഒരു മടങ്ങി വരവില്ല. അപ്പന്മാരെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവോ? അമ്മമാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവോ? ഏതെങ്കിലും മതത്തിന്റെ ഏതെങ്കിലും പുരോഹിതന്മാർ ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾ കള്ള ഉപദേശം പറഞ്ഞു കളയുന്ന തെറ്റിച്ചെള്ളുന്ന ജനങ്ങളോട് അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ സത്യദൈവത്തിലേക്ക് തിരിഞ്ഞ് പാപമോചനം നേടി ദൈവത്തോടുകൂടെ സ്വർഗത്തിൽ എന്നേക്കും ജീവിച്ചുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കുമാറാകും.